കാര്യത്തിന്റെ ഗൗരി. അയ്യോ, എന്താ മോളെ സാരി കൊണ്ടാണ് തുടയ്ക്കുന്നത്? മോളെ ഒരറപ്പുമില്ലാതെ ചാണകം കൈകൊണ്ട് ആരാ മോളെ നീ എന്താ ഒന്നും മിണ്ടാത്തത്? പറ. നീ ആരാണെന്ന് പറ മോളെ. അവൾ എന്റെ ഫ്രണ്ടാ തമ്പുരാനെ. ഇവൾക്ക് അമ്മയും അച്ഛനും ആരുമില്ല, ഭർത്താവ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇപ്പൊ ഫോറിനിൽ പോയിരിക്കുക. ഇവൾക്ക് കൂട്ടിന് ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചു ദിവസം ഇവിടെ വന്ന് നിന്നോളാൻ പറഞ്ഞ. പാവം കുട്ടി, ഒരു മടിയും കൂടാതെയല്ലേ എന്റെ ഷൂസ് വൃത്തിയാക്കി തന്നത്. നന്മയുള്ളവളാ ഇവള്. നിന്റെ കൂടെ തന്നെ ഇവളെ നിർത്തിയാ നിനക്കൊരു സഹായമാവും. ശരി തമ്പുരാനെ. ഹലോ, ഇത്ര പെട്ടെന്നോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഇറങ്ങിയപ്പോ തന്നെ നല്ല വാർത്തയാണല്ലോ. ശരി ശരി ശരി. ഗംഗേ, നിന്റെ ഫ്രണ്ട് നന്മയുള്ളവളാണെന്ന് മാത്രമല്ല നല്ല രാശിയുള്ളവളും കൂടിയാ. ഇവള് വന്ന് കേറിയില്ല, അപ്പൊ തന്നെ അരുണിന് വിസ കിട്ടിയില്ലേ? അവന് നാളെ തന്നെ മലേഷ്യയിലേക്ക് പോവാം. ഈ വിസ കിട്ടാത്തോണ്ട് അവന്റെ പോക്ക് വൈകുമെന്ന് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ഏതായാലും സമാധാനമായി. ഈ വിവരം വേഗം ചെന്ന് ഞാൻ അരുണിനോട് പറയട്ടെ. കാണാൻ മോളെ. അമ്മായിയച്ഛനെ കൊണ്ട് നല്ലത് പറയിച്ചില്ലേ? എന്നാലും ചേച്ചി അദ്ദേഹത്തിന്റെ മരുമോളാണെന്ന് പറയാൻ പറ്റാത്തതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ഇടം പിടിച്ചെന്റെ വലിയ കാര്യം. ഓ, നിനക്കറിയാലോ, ഞാൻ വന്ന് കേറിയപ്പോഴല്ലേ ബിസിനസ് നഷ്ടമായ വിവരം അറിഞ്ഞത്. ആ സമയത്താണ് അദ്ദേഹം എന്നെ കണ്ടതെങ്കിലോ. ഒരു ബിസിനസ് ആവുമ്പോ ലാഭം നഷ്ടമൊക്കെ ഉണ്ടായിന്ന് വരും. അതിനിപ്പോ ചേച്ചി എന്ത് ചെയ്യാനാ? അതൊക്കെ വിട്. എന്തായാലും കൊച്ചമ്പുരന്റെ വിസ ഇത്തിരി ലേറ്റ് ആയാ നന്നായിരുന്നു അല്ലേ? എന്തിന്? വീണ്ടും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോ നിനക്ക് മെഴുകുതിരി കത്തിച്ച് നിക്കാനാ? അദ്ദേഹം പോയി ബിസിനസ് ഒക്കെ ഒന്ന് ശരിയാക്കിട്ട് വരട്ടെ, അതല്ലേ ഇപ്പൊ മുഖ്യം. കൊച്ചമ്പുരൻ എന്ത് നേടിയാലും അതിന്റെ പുറകെ ചേച്ചി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ പോരാ. ഞാൻ നാളെ തന്നെ പോണോ അച്ഛാ? ഇതെന്തൊരു ചോദ്യാ മോനെ. നീ ചെന്നിട്ട് വേണം നമ്മുടെ കമ്പനി കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കാൻ. എല്ലാം അറിഞ്ഞിട്ട് നീ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചോദിച്ചാ? അച്ഛന്റെ പ്രതീക്ഷ ഞാൻ ഒരിക്കലും തകർക്കില്ല അച്ഛാ. എന്നാലും ഉടനെ തന്നെ പോണെന്ന് പറയുമ്പോഴാ വല്ലാത്തൊരു. പോകുന്നവരെ നിന്റെ ഈ വിഷമമൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ ചെന്ന് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് കഴിയുമ്പോ ഈ വിഷമമൊക്കെ അങ്ങ് മാറിക്കോളും. പിന്നെ നിന്റെ ശ്രദ്ധ മുഴുവൻ ജോലിയിലാകും. അതൊക്കെ ശരിയായിരിക്കും അച്ഛാ. എന്നാലും ഞാൻ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് പോയപ്പോരാ അച്ഛാ. എന്തൊരു കഷ്ടമായത്. നമ്മുടെ ബിസിനസിന്റെ എല്ലാ അവസ്ഥകളും അറിഞ്ഞിട്ടും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ ചോദിച്ചാ? തമ്പുരാനെ, ഞാൻ എന്താ അച്ഛാ പറയാ? അല്ല അച്ഛാ, അത് എനിക്കെന്തോ കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കണം തോന്നുന്നു അച്ഛാ. എന്താടാ ഇത്? പുതുമണവാളൻ സ്വന്തം ഭാര്യയെ വിട്ട് പോകുന്ന പോലെയാണല്ലോ നിന്റെ ഈ സംസാരം. കോഫി അസലായിട്ടുണ്ട് മോളെ, കൊള്ളാം. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, എന്റെ ഫ്രണ്ട് ഉണ്ടാക്കിയതാ. അത് ശരി. നിനക്ക് ഇവിടെ അറിയില്ലല്ലോ മോനെ, ഗംഗയുടെ ഫ്രണ്ടാ. നല്ല കുട്ടിയാ. അവള് കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. മോളെ, ഇവൻ എന്റെ മോനാ, അരുൺ. നീ ഇവനെ ആദ്യമായിട്ടല്ലേ കാണുന്നത്? എടാ,
ഇവള് ഗംഗയുടെ കൂടെ കുറച്ചു ദിവസം നിന്നിട്ട് പോകാൻ വേണ്ടി ഇരുന്നതാ. അപ്പൊ ഞാനാ പറഞ്ഞു ഇവിടെ തന്നെ നിന്നോ, നീ എങ്ങോട്ട് പോകണ്ട. എങ്ങനെയുണ്ട്? അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം. എന്നാലും വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ കൊണ്ട് ഇങ്ങനെ ജോലിക്കാന്ന് പറഞ്ഞ അത് ശരിയാണല്ലോ. ഗംഗേ, എന്തോ നമ്മുടെ വീട്ടിൽ വന്ന് ഗസ്റ്റിനെ കൊണ്ട് നീ എന്തിനാ ജോലി ചെയ്യിപ്പിക്കുന്നത്? അത് പിന്നെ അതൊന്നും സാരമില്ല. എന്റെ സ്വന്തം വീടാണെങ്കിലും ഞാൻ ഇതൊക്കെ ചെയ്യില്ലേ. മോളെ, നീ ഈ വീട്ടിലെ ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് അപ്പപ്പോ ഓരോ കപ്പ് കോഫി കൊണ്ടുണ്ടാകും. കാരണം കോഫി ഉണ്ടാക്കുന്നതിൽ നിന്നെ തോപ്പിക്കാൻ ഇവിടെ ആളില്ല. ഏതായാലും ഇത് കൂടി തന്നേക്കാം. അയ്യോ, ഇത് വല്യമ്പരാട്ടിക്കുള്ളതാ. അങ്ങനെ തമ്പുരാൻ ഷുഗർ കൂട്ടണ്ട. ഓ ആ അരുൺ, നീ ഇരിക്കെ, ഞാനിപ്പോ വരാം. ഇതിൽ മധുരം തീരില്ലല്ലോ. ആരെങ്കിലും കാണൂലേ? എന്റെ അച്ഛനും നിന്നെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്. പക്ഷെ നീ എന്നെ അനുഗ്രഹിക്കുന്നില്ല എന്ന് മാത്രം. എന്താ ഉദ്ദേശിച്ചേ? ഇവിടെ ഇപ്പൊ നമ്മൾ തനിച്ചല്ലേ, നിനക്കൊന്നും തോന്നില്ല? നിങ്ങക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ലേ? എന്ത് ചുമ്മാ ഇരിക്കാൻ? നാളെ ഞാൻ ഇവിടെ അങ്ങ് പോവുമല്ലേ. പിന്നെ എന്റെ മുത്തിനെ ഓർക്കാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ട്. ഞാൻ പിന്നെ വരാം. ഇത്തിരി മധുരം വേണമായിരുന്നു, അതെടുക്കാൻ വന്നതാ. അത് ഇഷ്ടം പോലെ അടുക്കളയിലുണ്ടല്ലോ. ഇത് നിങ്ങളുടെ സ്വന്തം വീടല്ലേ, എപ്പ വേണമെങ്കിലും എത്ര വേണമെങ്കിലും എടുക്കാലോ. ഛേ, ചമ്മി. മണികണ്ട, തമ്പുരാനെ. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓ, എല്ലാം എടുത്തു വെച്ചു. അഡ്വക്കേറ്റിനെ ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു? അപ്പോഴേ പറഞ്ഞു. അവരൊക്കെ നമ്മുടെ ഓഫീസിൽ തമ്പുരാനെയും കാത്തിരിക്കുക. അരുൺ, അച്ഛാ, ഞാൻ പോയി അഡ്വക്കേറ്റിനെ ഒന്ന് കണ്ടിട്ട് വരാം. അഡ്വക്കേറ്റിനെ കാണാൻ പോകാൻ എന്തു ചേച്ചാ? എന്തൊരു ചോദ്യമാടാ ഇത്? ഇന്ന് രാത്രി നിനക്ക് മലേഷ്യയിൽ പോകാനുള്ളതല്ലേ? അവിടുത്തെ നൂലാമാലകളെ കുറിച്ചൊക്കെ നിനക്ക് അറിവുള്ളതല്ലേ? അതെല്ലാം സോൾവ് ചെയ്യാൻ കഴിയണമെങ്കിൽ നിനക്ക് റൈറ്റ്സ് വേണം. അതിന്റെ ആവശ്യത്തിനായി നിനക്ക് പവർ ഓഫ് അറ്റോർണി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പോകുന്നത്. പോയിട്ട് വരാം. വാ. ഗംഗേ, ജാനകി എവിടെ? ഔട്ട് ഹൗസിലുണ്ട്. എപ്പോഴും നിന്റെ കൂടെ അല്ലേ ഉണ്ടാവാറ്? തനിച്ച് അവൾ അവിടെ എന്തെടുക്കുക? അത് പിന്നെ ഇന്ന് രാത്രി കൊച്ചമ്പുരാൻ പോവാനിരിക്കല്ലേ, ചേച്ചി അതിന്റെ വിഷമത്തിലാ. ഞാൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു, എന്നാലും ഒരു രക്ഷയില്ല. അതുകൊണ്ട് ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി ഞാൻ. ശരി, ഞാൻ നോക്കിക്കോളാം. ഗംഗേ, നിന്റെ ജോലിയൊക്കെ തീർന്നല്ലോ അല്ലേ? ഇനി കേർട്ടൻസ് കൂടെ മാറ്റിയാ കഴിഞ്ഞു. അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. കാലിന് എന്തോ ഒരു വേദന. എന്നാ ഞാൻ വേഗം ഒഴിഞ്ഞുതരാം. എന്റെ ഈ കാലിന്റെ വേദന മാറണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും എണ്ണയിട്ട് തടവണം. അത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ളതൊക്കെ. തമ്പുരാട്ടിക്ക് മതിയാവുന്നവരെ നല്ലോണം ഒഴിഞ്ഞു തരാം, പോരെ? എന്നാ വന്നേ, വാ. രാത്രി ഇറങ്ങുവാണല്ലേ? അതെ. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ വന്നേ.
നീയല്ലേ പറഞ്ഞ ഞാനില്ലെങ്കിൽ സന്തോഷമായിട്ട് നിന്നോളാന്ന്. എന്നിട്ടിപ്പോ സങ്കടപ്പെടുക. അങ്ങനെയൊന്നുമില്ല. വൈകിട്ട് 6 മണിക്ക് അവിടുന്ന് പോകുന്നേ. അതുവരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു നേരത്തെ ഭക്ഷണം പോലും ഉണ്ടാക്കി തരാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഞാനാ ഭക്ഷണം ഉണ്ടാക്കിയത്. വിളമ്പി തരട്ടെ? എന്നാ ഒരു കൈ നോക്കാം. നല്ലോണം കഴിക്കണേ. കഴിക്കേ. എനിക്ക് വാരിത്താ. ഒന്ന് തന്നാലുണ്ടല്ലോ, നീ തന്നെത്താൻ കഴിച്ചാ മതി. കഴിക്കേ. സൂപ്പർ. എന്നാ കുറച്ചുകൂടി കഴിക്കേ. ഇതിനെ അത് കൂടുതൽ സാരമില്ല, നല്ലോണം കഴിക്കേ. കഴിക്കേ. എനിക്ക് സമാധാനായി. വാതർന്നേ. തുടച്ചോ. തിരിച്ചു വരാൻ 2 മാസം എടുക്കൂലോ. വേറെ ഒന്നുമില്ല. എനിക്ക് ഭക്ഷണം മാത്രമേ തരുള്ളൂ. വേറെന്താ വേണ്ടേ? 2 മാസം എനിക്ക് മലേഷ്യയിൽ ഓർക്കാൻ എന്തെങ്കിലും താ. എന്ത് തരാൻ? ഞാൻ തരട്ടെ. എന്ത്?
എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ആദ്യ രാത്രി? പൊട്ടൻ ചങ്കര, ഇത് രാത്രിയാ? ഓ അത് ശരിയാ. അപ്പൊ ഞാൻ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് പൊക്കോളാം. അച്ഛാ, ആ വാ മോനെ. എന്നെ വിളിച്ചിരുന്നോ? ഇരിക്കെ. ഞാൻ അഡ്വക്കേറ്റിനെ കണ്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിനക്ക് തന്നെ ഏറ്റെടുത്ത് ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി വിഷമിക്കാനില്ല. ആ പിന്നെ നിന്റെ പാസ്പോർട്ട്, ടിക്കറ്റ്, വിസ എല്ലാം റെഡിയാ. ഇന്ന് രാത്രിയാ നിന്റെ ഫ്ലൈറ്റ്. നിനക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വേഗം പാക്ക് ചെയ്ത് വെക്ക. ആ പിന്നെ നിനക്ക് വേറെ എന്താ ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ മാനേജരോട് പറഞ്ഞാൽ മതി, ചെയ്തു തന്നോളും. ഇതാ പിടിച്ചോ. കമ്പനിയുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അവിടുന്ന് തിരിച്ചു വരുമ്പോഴേക്കും കമ്പനിയെ നീ ലാഭത്തിൽ കൊണ്ടെത്തിച്ചിരിക്കണം. ഓക്കെ? ശരി അച്ഛാ. ഇവനെന്താ ഒരു തെളിച്ചമില്ലാത്ത? കൊച്ചമ്പുരാനെ, എന്തെങ്കിലും വേണമായിരുന്നോ? നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ആ പറഞ്ഞോളൂ. ജാനകിക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല. നീ അവളെ നന്നായിട്ട് നോക്കണം. എന്നെ പറ്റി ചിന്തിച്ച് വെറുതെ വിഷമിക്കരുതെന്ന് പറഞ്ഞേക്ക്. എനിക്ക് ഇവിടെ സന്തോഷമാണെന്ന് നീ പോയി പറയണം. എന്നെ കുറിച്ചായിരിക്കും എപ്പോഴും അവളുടെ ചിന്ത. അവള് നേരത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ നോക്കണം. അവളോട് ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറയണം. അദ്ദേഹത്തോട് പറയണം മനസ്സ് വിഷമിച്ച് ആരോഗ്യം കളയരുതെന്ന്. ഞാനില്ലാത്തതുകൊണ്ട് ആഹാരം കഴിക്കാതെയും ഉറങ്ങാതെ ഇരിക്കുമെന്ന് എന്റെ പേടി. എനിക്ക് അവളെ നന്നായിട്ട് അറിയാം. ഞാനില്ലാത്തതിന്റെ പേരിൽ അവൾ എന്തെങ്കിലും ആലോചിച്ചു കൂട്ടി ശരിക്കും ഉറങ്ങുക പോലുമില്ല. പോയി വരുന്നവരെ മറ്റൊന്നും ആലോചിക്കാതെ എല്ലാ കാര്യം ഭംഗിയായി ചെയ്ത് എത്രയും വേഗം വരാൻ പറയണം. ഞാൻ എവിടെ ഇരുന്നാലും എന്റെ മനസ്സ് മുഴുവൻ അവൾ മാത്രമായിരിക്കും പറയണം. സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് ഫോൺ ചെയ്യാൻ പറയണം. എന്റെ സങ്കടം അദ്ദേഹം അറിയാനിടവരരുത്. പോകുന്ന കാര്യം ഭംഗിയാക്കി തീർത്തിട്ട് എത്രയും വേഗം തിരിച്ചു വരാൻ പറ്റുമോ അത്രയും വേഗം ഞാൻ എത്തുന്നത് നീ പറഞ്ഞേക്കണം. ഞാൻ ഇവിടെയാണെങ്കിലും എന്റെ മനസ്സ് മുഴുവനും അദ്ദേഹമായിരിക്കും. ഈ ഫോണൊന്ന് അവളുടെ കയ്യിൽ കൊടുക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാന്ന് പറഞ്ഞേക്കണം. എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ അവളെ കണ്ട ചിലപ്പോ തകർന്നു പോയിന്ന് വരും. അത് മറ്റുള്ളവരുടെ സംശയത്തിനിടയാക്കും. ഞാൻ ഇറങ്ങുമ്പോ അവളോടൊന്ന് അകത്ത് നിന്നൊന്ന് കൈ കാണിക്കാൻ പറയണം. അവളുടെ മുഖം ഒന്ന് ഞാൻ കണ്ടിട്ട് പോയിക്കോളാം. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല ഗംഗെ. ഞാൻ എന്തായാലും എന്റെ നിയന്ത്രണം വിട്ട് കരഞ്ഞു പോവും. അത് കണ്ട ആവശ്യമില്ലാത്ത സംശയങ്ങൾ ഉണ്ടാവില്ലേ മറ്റുള്ളവർക്ക്. അതുകൊണ്ട് അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞോളാം. എന്താ ഗംഗേ? നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും ഒരാളും മറ്റൊരാൾക്ക് വേണ്ടി ജനിച്ചു എന്ന് പറയുന്നതാവും ശരി. ഇംഗ്ലീഷിലെ കോട്ട് മാറ്റി എഴുതണം. യു ആർ നോട്ട് മെയ്ഡ് ഫോർ ഈച്ച് അതർ, യു ആർ ബോൺ ഫോർ ഈച്ച് അതർ. അതാ നിങ്ങൾക്ക് ചേരുക. കൊച്ചമ്പുരാട്ടി എന്നോട് എന്തൊക്കെയാണോ പറഞ്ഞു വിട്ടത് അത് തന്നെയാണ് കൊച്ചമ്പുരാനും പറഞ്ഞത്. നിങ്ങൾ ഒന്നിച്ചുണ്ടാവണമെന്നില്ല. തനിച്ച് വെവ്വേറെ സ്ഥലത്താണെങ്കിൽ പോലും നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സ് ഒരിടത്ത് തന്നെ ആയിരിക്കും. നന്നായി വരും മോനെ. ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടെ എത്തിയാൽ ഉടനെ വിളിക്കണം. ശരി അച്ഛാ. മോൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ട് വാ. ഞാൻ പോയിട്ട് വരാം. ശരി മോനെ.